എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിലെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടാക്കി നല്ല രുചിയേറിയ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കുന്ന വിധമാണ്. ഈ ഒരു വിധത്തിലാണ് കാറ്ററിംഗുകാര് ഓർഡർ അനുസരിച്ചൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന പാചക രീതിയും. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. ഇന്നത്തെ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡില് വളരെ മധുരം കുറച്ചാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിതിലേക്ക് മധുരം കൂടുതൽ ചേർത്ത് തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി കണ്ടൻസ് മിൽക്കും കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് തയ്യാറാക്കുവാണെങ്കിൽ കല്യാണ പാർട്ടികളിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ഒരു രുചിയിൽ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലും തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നോക്കാം കാറ്ററിംഗുകാരുടെ സിമ്പിൾ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ 1/2 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അടിചേർത്ത് ഇളക്കി വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. പാലൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി പാലിലേക്ക് ചേർത്ത് ഈ ഒരു കോൺഫ്ലോർ കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നിങ്ങളിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള പാൽ 1 ലിറ്റർ ആക്കുക. അതുപോലെ കോൺഫ്ലോർ 4 സ്പൂൺ അളവിലെടുക്കുക കേട്ടോ. കോൺഫ്ലോർ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു കോൺഫ്ലോറിൻ്റെ അളവൊന്നും കൂടിപ്പോവരുതേ. നമ്മൾ ഈ കാറ്ററിംഗുകാർ ഇതുപോലെ ഫ്രൂട്ട് സലാഡിനൊക്കെ ഓർഡർ വരുമ്പോൾ കസ്റ്റാർഡ് പൗഡറൊന്നും വാങ്ങിക്കാറില്ല. ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ കൂടെ ചേർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രൂട്ട് സലാഡൊക്കെ വേണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ മിൽക്ക് പൗഡറിൻ്റെ 10 രൂപയുടെ പാക്കറ്റ് കിട്ടുവാണെങ്കിൽ 1/2 ലിറ്റർ പാലിന് ആ ഒരു പാക്കറ്റ് തന്നെ മതിയാകും. കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി പാൽപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇതിപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് വിലയൊന്നും കൊടുത്ത് നിങ്ങൾ കസ്റ്റാർഡ് പൗഡർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ചെയ്ത് കൊടുക്കാതിരിക്കില്ലേ. പാൽപ്പൊടി ചേർത്ത് കട്ടകളില്ലാതെ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ചൂടുപാൽ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും കട്ടകൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. അങ്ങനെ നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടായി വന്നിട്ടുള്ള പാലിലേക്ക് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം കേട്ടോ തിളപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി മാറും. ഒഴിച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1/2 ലിറ്റർ പാലിന് 2 സ്പൂൺ അളവിൽ കോൺഫ്ലോർ ചേർക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ടൊന്നും നിങ്ങൾ ചേർക്കരുത്. അങ്ങനെ വരുവാണെങ്കിൽ ഇത് വളരെ തന്നെ കട്ടിയായി മാറും. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി വെച്ചിട്ടില്ല കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. ഞാനൊന്നും കടകളിൽ നിന്നൊന്നും വാങ്ങുന്നില്ല. എല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ ഒരുപാട് വാങ്ങിച്ചു കൂട്ടേണ്ടി വരും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് 10 രൂപ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെയൊക്കെയോ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർക്കുന്നത്. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രായമായ അമ്മമാർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നിങ്ങൾ വളരെ മധുരം കുറച്ച് ചെയ്താൽ മതി കേട്ടോ. കാരണം ഫ്രൂട്ട്സിനൊക്കെ മധുരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മധുരം വളരെ കുറച്ച് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്രീമി ടെക്സ്ചറിലേക്ക് നമ്മുടെ കോൺഫ്ലോർ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ യെല്ലോ കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ യെല്ലോ കളറൊന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ കട്ട് ചെയ്ത് കുറച്ച് പഞ്ചസാര ഫ്രൂട്ട്സിലൊന്ന് പുരട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ കളറൊന്നും തന്നെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു അറിവൊക്കെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. എനിക്ക് കുറേ പേരുടെ കമൻസ് ഉണ്ട്. ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് എത്ര പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും, എത്ര പാല് വേണം, എത്ര മധുരം വേണം, അതൊക്കെ ചോദിച്ച് ഒരുപാട് പേരുടെ മെസ്സേജ് വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സമയത്ത് നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കാമേ. മധുരം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മധുരം ചേർക്കാം, ഇല്ലെങ്കിൽ മധുരം ചേർക്കേണ്ട ആവശ്യവും വരുന്നില്ല. മധുരം കുറച്ച് കുറവുണ്ട്. അപ്പം നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. 2 സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർന്ന് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കും. ഒരു 5 ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്.
ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ കസ്റ്റാർഡെല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുത്ത മുന്തിരി ഒരു 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, ഇതൊരു 6 സ്ട്രോബെറിയാണ്. അതുപോലെ ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്, ഒരു ഏത്തപ്പഴം, ഒരു ആപ്പിള്. കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് ഷമാമാണ്. ഷമാമ് ചേർക്കുമ്പോഴാണ് ഫ്രൂട്ട് കസ്റ്റാർഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതെല്ലാം ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് തണുപ്പിച്ചെടുത്തിട്ടില്ല ഈ ഒരു കസ്റ്റാർഡ് കൂടെ ചേർക്കാം. നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സും കൂടെ ചേരുമ്പോൾ ഒന്ന് ലൂസായി വരും. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കസ്കസ് ചേർക്കാൻ താല്പര്യമാണെങ്കിൽ കുറച്ച് ചേർക്കാം. അതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ മേലെയായിട്ട് ചേർക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ആകാം. ഞാനിപ്പോൾ തണുപ്പിച്ചൊന്നും തന്നെ കഴിക്കുന്നില്ല. ഇപ്പോൾ നല്ല ഫ്രൂട്ട്സിന് നല്ല തണുപ്പുണ്ട്, അതുപോലെ നമ്മുടെ കസ്റ്റാർഡിനും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാറും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.